ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പേയാടിനും തച്ചോട്ടുകാവിനും അടുത്താണുള്ളത്. തച്ചോട്ടുകാവിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇവിടെ നിന്നും മലയൻകീഴിലേക്കുള്ള ദൂരം 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ 5 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ, അതും കിഴക്ക് ദർശനത്തോട് കൂടിയ ഒരു കിടിലം ഇരുനില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ 68 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി ഇരുനില വീട് നോക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ 2 കാറുകൾക്ക് സുഖമായി കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് കിണർ വരുന്നുണ്ട്. ഇവിടെ ഒരു പഴയ കിണർ മുന്നേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെ മൂടിക്കളയാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുത്താണ്. അപ്പോൾ എപ്പോഴും വെള്ളം കിട്ടുന്നതാണ്. ഇപ്പോഴും നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള തൊട്ട് താഴെയും കുറച്ച് വീടുകളുണ്ട്. അവിടത്തേക്ക് എല്ലാം ആ വീടിൻ്റെ വർക്കിനെല്ലാം ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പം വെള്ളം വറ്റാത്ത കിണറെന്ന് പറയാം. ഇതിനെല്ലാം മുകളിലായിട്ട് അതിൻ്റെ മൂടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം GI ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറമേ ഉണ്ട്. വീടിൻ്റെ പുറമേ നോക്കുകയാണെങ്കിൽ ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുകയാണ്. 2 സൈഡിലായിട്ടും GI ട്യൂബിൽ പർഗോളുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിറ്റൗട്ടിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് ക്ലാഡിങ് ടൈൽ ഇരിക്കുകയാണ്. അതായത് നമ്മുടെ ഒരു വുഡ് ഡിസൈൻ എങ്ങനെയാണോ, വുഡ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ആ ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ കതകും അതുപോലെ ജനൽപ്പാളികളെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ടിൽ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അതുപോലെ സിറ്റൗട്ടിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ടൈലാണ്. അത് വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷിലുള്ള വെർമോർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഇലക്ട്രിക്കൽ സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ആങ്കർ എന്ന കമ്പനിയുടെയാണ്. അതുപോലെ നമുക്ക് മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ലൈറ്റ് നമുക്ക് 6 പോയിന്റ് ലൈറ്റും കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ അകത്ത കാഴ്ചകളിലേക്ക് വരാം. അപ്പോൾ അകത്തേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഇവിടെ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4x2 സൈസുള്ള വെർമോറുടെ ഒരു മാറ്റ് ഫിനിഷ്, അങ്ങനെ ഒരു ബ്രാൻഡ് ഫീൽ നമുക്ക് കാലുകൊണ്ട് ചവിട്ടിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പൗഡർ ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അപ്പോക്സി വർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പിന്നിലായിട്ടുണ്ടോ അതിവിശാലമായിട്ടുള്ള TV ഉണ്ടാ കാണുന്നത്. അതിനായിട്ട് നമുക്ക് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ടൈൽ ക്ലാഡിംഗ് ആണ്. അതും 4x2 സൈസിലുള്ള വെട്രിഫൈഡ്, അതും ഗ്ലോസി ആയിട്ടുള്ള VGT ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. താഴെയായിട്ട് അതുപോലെ തന്നെയാണ്. നമുക്ക് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാണാം. അപ്പോൾ അങ്ങനെ എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇനി മുൻവശത്തായിട്ട് ഈ വിൻഡോയുടെ ഭാഗത്തായിട്ട് 2 ഭാഗത്തായിട്ടും നിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടിയോ അങ്ങനെയൊക്കെ വെച്ച് അതിമനോഹരമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിലെല്ലാം നല്ല വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അവിടെ പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇനി ഫാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുകൂടാതെ 2 ഭാഗത്ത് ഞാൻ പറയാൻ മറന്നുപോയി, 2 ഭാഗത്തായിട്ടും 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തും അതിമനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സൈസ് നോക്കുകയാണെങ്കിൽ 16 അടി നീളവും 11 അടി വീതിയാണ് വരുന്നത്. നല്ല വിശാലമായിട്ട് ലിവിംഗ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ള് പാർട്ടീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ലാമിനേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് ഏരിയ പോലെ തന്നെയാണ് അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയുടെ സൈസും 16 അടി നീളവും 11 അടി വീതിയാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഫുള്ളായിട്ട് ടൈൽ ക്ലാഡിങ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ വുഡ് ഡിസൈൻ തടി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ടൈൽ ക്ലാഡിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു പുതിയ രീതിയിലുള്ള ഒരു സ്ക്വയർ ട്യൂബും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാഷിംഗ് കൗണ്ടർ നോക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റാണ്. താഴെയായിട്ടും നമ്മുടെ എല്ലാ ലാമിനേഷൻ ബോർഡ് തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ സെറൈഡാണ് ഇവിടുത്തെ ഒരു വാഷ് ബേസിൻ വരുന്നത്. അതുപോലെ ഇവിടെ ഫുള്ളായിട്ട് ചുറ്റാകെ ഈ പറയുന്ന ടൈൽ ക്ലാഡിങ് വുഡ് ഡിസൈനിലുള്ള ടൈൽ ക്ലാഡിങ് ഇരിക്കുകയാണ്. ഇവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് 3-4 പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുകയാണ്. അതുപോലെ സൈഡിലായിട്ടൊരു വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡയമണ്ട് പോലുള്ളൊരു റിങ് പോലെ അതിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലാണ് നീറ്റായിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ ഡിസൈനിലോ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ DB നോക്കുകയാണെങ്കിൽ പുറമേ V ഗാർഡാണ്. അകത്തേക്ക് നോക്കുമ്പോൾ V ഗാർഡ് തന്നെയാണ് ഈ DB എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ കിച്ചൺ നമുക്ക് കണ്ടോ നല്ല നീറ്റായിട്ടുള്ള ഒരു 3 ഹാങ് ലൈറ്റൊക്കെ കൊടുത്തും അതുപോലെ ഇവിടെ മൾട്ടിവുഡിൽ ലാമിനേഷൻ ചെയ്തും ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ചെയ്ത് അതിൽ ഒരു ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൈഡിലായിട്ട് ഭിത്തി ചെയ്തിരിക്കുന്ന ക്ലാഡിങ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന വുഡ് ഡിസൈനുള്ള ടൈൽ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലെ കാഴ്ചയിലേക്ക് വരാം. ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് വുഡ് ഡിസൈനുള്ള 4x2 സൈസിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തായിട്ട് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇവിടെ ഫുള്ളായിട്ടും ഈ കാണുന്ന HDFലാണ് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്.
ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ഓപ്പൺ കിച്ചണും അതിൽ ഓപ്പൺ വർക്ക് ഏരിയ വരുന്നത്. നമ്മുടെ ഓപ്പൺ കിച്ചൺ നോക്കുവാണെങ്കിൽ ഇവിടെ ടേബിൾ ടോപ്പ് ഇരിക്കുന്ന ഫുള്ളായിട്ടും ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ഇവിടെ എല്ലാം ഒരു സിംഗിൾ ഡോർ ആയിട്ടുള്ളൊരു കബോർഡ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല അഡ്വാൻറ്റേജ് അത്. ചെറിയ സംഭവങ്ങളെല്ലാം അതിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം. അതുപോലെ മുകളിലോട്ട് നമ്മൾ അപ്പർ ക്യാബിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നല്ല വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് ഈ കാണുന്ന ഭാഗത്തേക്കാണ് ഈസ്റ്റ് ഫേസിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് ഇലക്ട്രിക് ചിമ്മിനിയും അതുപോലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഈ ഭാഗത്തായിരിക്കും വരുന്നത്. അത് തന്നെ നമുക്ക് കൃത്യമായിട്ട് കിഴക്ക് ദർശനം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഗ്യാസ് കുറ്റി, അതായത് നമ്മൾ ഗ്യാസ് സിലിണ്ടർ എല്ലാം പുറത്തായിരിക്കും വരുന്നത്. പുറത്ത് ഭാഗത്ത്, അതായത് അങ്ങേ സൈഡിലായിരിക്കും വരുന്നത്. ഈ ഭാഗത്തല്ല, അങ്ങേ സൈഡിലാണ് അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് നേരെ സിങ്കിലേക്ക് വരുവാണെങ്കിൽ സിങ്കോക്കും എല്ലാം കോസാന്ന കമ്പനിയുടേതാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റിലേക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിങ്കോക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, അതായത് ഫ്ലാറ്റിലെ കാണും പോലെയാണ്. ഒരു ഓപ്പൺ കിച്ചണും ഓപ്പൺ വർക്ക് ഏരിയ വരുന്നത് ആ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ടോപ്പ് ഭാഗം ഫുള്ള് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. അത് ഇങ്ങോട്ടേക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും കോസാന്ന കമ്പനിയുടെ തന്നെയാണ്. രണ്ടും ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് സിങ്കോം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കൃത്യമായി തന്നെ സ്വിച്ച് ബോർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സിയും ഗ്രൈൻഡറും അങ്ങനെ എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ടാണ് ഇവിടുത്തെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളിതിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് വേണ്ട പുറത്തേക്ക് വർക്ക് ഏരിയ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് പോകണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയൊരു സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഒരു ബീം പോലെ ഇത്രയും നീളത്തിനായിട്ട് ഇവിടെ സ്ലാബ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്താൽ മാത്രം വരാണ്ട് ഡോറ് കൊടുത്താൽ മാത്രം മതി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് സ്മെല്ലി ആയിട്ട് ഐറ്റം പുറത്ത് വെച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റൂമാണ് ഉള്ളത്, ബാക്കി 3 റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ, ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 16 അടി നീളവും 11 അടി വീതിയുള്ള റൂമാണ്. മുകളിലായിട്ടുള്ള നല്ല വാമായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തും ജിപ്സം ബോർഡിൽ നല്ല വാമായിട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്കൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ നടുക്കായിട്ടാണ് മിറർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല മിറർ യൂണിറ്റ് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്ത് അതും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ആ രീതിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിറർ യൂണിറ്റും ആയി, അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ആയി. ഇവിടെ എല്ലാം 2 ഭാഗത്തായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ ആയിട്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാർഡ്രോബിൻ്റെ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ തൊട്ട് ചേർന്ന് തന്നെ നമുക്കൊരു നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിലെ ഡോർ നോക്കുകയാണെങ്കിൽ PVC ഡോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് എല്ലാം ബ്രാൻഡഡ് ടൈലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം വർമോയുടെ ഒരു എന്താ പറയുക ഒരു സിമന്റ് ടെക്സ്ചർ പോലെ ഡിസൈനിലുള്ള നല്ലൊരു സീരീസിലെ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഷവർ നോക്കണം, നല്ല ഹൈറ്റിൽ നിന്ന് ഷവർ കൊടുത്തിരിക്കുന്നു. റെയിൻ ഷവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അതും സെറ എന്ന ബ്രാൻഡാണ്, ഫ്ലോർ മൗണ്ടഡ് ആണ്. അതുപോലെ ഇവിടെ ആയിട്ട് നമ്മുടെ CP ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ടാപ്പൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. ഇവിടെ നമ്മുടെ ചെറിയൊരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട്, അതും സെറ തന്നെയാണ്. അപ്പോൾ എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ബാക്കി 3 റൂമും മുകളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു ഫോയർ കാണാം. അവിടെ ആയിട്ടും 2 സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി ആ സ്പേസ് എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പിലെ കാഴ്ചയിലേക്ക് വരാം. സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആൻഡ് ട്രെഡ്, അതുപോലെ റൈസർ ടൈലിലോ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ GI ട്യൂബിൽ ഒരു തേക്ക് പോലെ തോന്നിക്കും. തേക്കല്ല, അക്കേഷ്യയാണ്. അക്കേഷ്യയുടെ ഒരു പാനലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലേക്കുള്ള കോളിംഗ് ബെല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ 2 ലാൻഡിങ് ഏരിയയും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഹൈറ്റിലാണ് ലാൻഡിങ് ഏരിയ വരുന്നത്. അത് മാത്രമല്ല ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നൈറ്റിലുള്ള സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പിലും 2 സ്റ്റെപ്പ് അങ്ങനെ ഗ്യാപ്പിലാണ് കൊടുത്തിരിക്കുന്ന ലൈറ്റ്, ഫുള്ള് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെ മുകളിലായിട്ട് പർഗോളയും കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും കാണാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലെത്തിയ ഒരു അപ്പർ ലോഞ്ച് അല്ലെങ്കിൽ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് വരാം. അപ്പർ ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ മുകളിലൊന്നും സീലിംഗ് ഏരിയ നോർമലായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയെല്ലാം വർമോറോട് തന്നെയാണ് ബ്രാൻഡഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 സൈസ് തന്നെയാണ്. ഇവിടെ നമുക്കൊരു സിസ്റ്റം യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു TV ഉണ്ടാക്കി മാറ്റി വയ്ക്കാനോ സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഇവിടെ സിസ്റ്റം വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. ഇവിടെ എല്ലാം കബോർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ഭാഗത്തായിട്ട് 2 നിഷിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ DB ചെയ്തിരിക്കുന്ന വീഗാർഡ് തന്നെയാണ്, എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 പർഗോള കാണാം. അതിനകത്തായിട്ട് നിഷ് പോലെ നമുക്ക് എന്തെങ്കിലും ഹോം ഡെക്കോർ ഐറ്റം വെക്കാൻ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ഫോയറിലേക്കാണ് 2 റൂമുകൾ വരുന്നത്.
ഈ ലെഫ്റ്റ് സൈഡിലെ റൂമാണെങ്കിൽ നമ്മൾ താഴെ കണ്ട അതേ സൈസിലുള്ള റൂം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് മാത്രമല്ല നമ്മുടെ കട്ടളയും കഥകും നിർമ്മിച്ചിരിക്കുന്നത് കട്ടള ആഞ്ഞിലിയാണ്, അതുപോലെ കഥക് മഹാഗണിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. റൂം നോക്കുമ്പോൾ സ്പേസ് സ്പെക്കിൽ വ്യത്യാസമൊന്നുമില്ല. 16 അടി നീളവും ഏകദേശം 12 അടിക്ക് അകത്ത് വീതിയെ വരുന്നത്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ടപോലെ തന്നെയാണ് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കാണാം. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം അതിന് യാതൊരു വ്യത്യാസമില്ല, എല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മുടെ വാഷ്റൂമിനെ നോക്കുവാണെങ്കിൽ വാഷ്റൂമിലെ സ്പെക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഇല്ല, ഇവിടെയും സ്പെക്കിൽ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ എല്ലാം സെറ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഈ വീട്ടിലെ 3ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ റൂം. ഈ ഒരു റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 12 അടി നീളവും ഏകദേശം ഒരു 11 അടി വീതിയും വരുന്ന റൂമാണ്. ഈ റൂമിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹാങ് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടില്ല, അലമാര കൊടുത്തിട്ടില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളത്. അപ്പോൾ നമുക്ക് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ചെറിയ ഹൈറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വാഷ്റൂമിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. അത് മാത്രമല്ല, ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും 2 ടാപ്പേ കാണാറുണ്ട്, പക്ഷേ ഇവിടെ 3 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് വേറൊരു പ്രത്യേകത. ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്, സെറ എന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂമിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ റൂമിൽ ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചയിലേക്ക് പോകും. അപ്പോൾ ഈ ബാൽക്കണിയിലേക്കുള്ള ഡോർ ചെയ്തിരിക്കുന്ന ഫുള്ള് പ്ലാവിൽ തന്നെയാണ്. നമ്മൾ നേരെ ഇറങ്ങുന്നവർ നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയിലേക്കാണ്. ഏകദേശം ഒരു 13 അടിയോളം നീളം വരുന്നൊരു ബാൽക്കണിയാണ്. ഏകദേശം 6 അടി വീതിയും വരുന്ന ബാൽക്കണിയാണ്. ഇവിടെ ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 ഒരു ട്യൂബ്സാണ് ചെയ്തിരിക്കുന്നത്. അടിയിലായിട്ട് ടഫൺ ഗ്ലാസ്സിലാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. താഴെയുള്ള അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് 304 തന്നെയാണ്. അതുപോലെ ഇവിടെയെല്ലാം G8 ട്യൂബിൽ പർഗോളയും ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ടൊരു പ്രൊഫൈൽ ചാനലൊക്കെ കൊടുത്തും അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ഫുള്ളായിട്ടും ഈ ടൈൽ ക്ലാഡിംഗ് ആണ്. ഒരു തടി, അതായത് വുഡ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, വാൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഒറ്റ സിംഗിൾ വിൻഡോയും കാണാം. ഇവിടെ ഈ പറയുന്ന പില്ലറിലെല്ലാം ചെയ്തിരിക്കുന്നത്, ഈ തൂണിലെല്ലാം ചെയ്തിരിക്കുന്ന എല്ലാം ഈ പറയുന്ന വുഡ് ഡിസൈനിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ലാസ്റ്റ് റൂമിലേക്ക് പോകാം. അപ്പോൾ 4ാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഹോം ഡെക്കോർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ റൂമിലെ കാഴ്ചകൾ നോക്കാം. ഈ റൂമിലേക്ക് വരുമ്പോൾ ഈ റൂം ചെറിയ റൂമാണ്. നമ്മൾ മറ്റ് റൂം വെച്ച് നോക്കി കഴിഞ്ഞാൽ ചെറിയ റൂമാണ്. കാരണം 10 സൈസ് വരുന്നുള്ളൂ. 10 അടി വീതിയും 10 അടി നീളം വരുന്ന റൂമാണ്. അപ്പോൾ ഈ റൂമിലേക്ക് ചെറിയ ഫോയർ കൊടുത്തിട്ടുണ്ട്. ആ ഫോയറിൻ്റെ ഭാഗത്തേക്കാണ് വാഷ്റൂം വരുന്നത്. ഈ വാഷ്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും ഫിറ്റിങ്സിനൊന്നും യാതൊരു വ്യത്യാസവും സെറ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെയും 3 ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് എടുത്ത് പറയേണ്ട കാര്യം. 3 ടാപ്പുകൾ നമ്മൾ എവിടെയും ഇങ്ങനെ കാണാറില്ല. ഇവിടെ മാത്രമാണ് ഞാൻ ഇത്രയും വീട്ടിൽ ചെയ്തിട്ട് ഇവിടെ മാത്രമാണ് ഇങ്ങനെ 3 ടാപ്പിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്ത് നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ യൂണിറ്റ് വരുന്നത്. അത് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ നമ്മളിവിടെ എല്ലാം ടൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. നമ്മുടെ ഓപ്പൺ ടെറസ് നോക്കുവാണെങ്കിൽ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല നമുക്ക് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഹൂക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞാൽ പൈപ്പ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അത് കൂടാതെ തന്നെ നമുക്ക് 2 വാട്ടർ ടാങ്ക് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈസ് നോക്കുവാണെങ്കിൽ 750 ലിറ്ററാണ് ഓരോ വാട്ടർ ടാങ്കും. അങ്ങനെ 2 വാട്ടർ ടാങ്കും. അത് തറയിൽ നമ്മൾ നേരെ വെച്ചിരിക്കുന്നതല്ല, ചെറിയൊരു സ്റ്റാൻഡ് പോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ 10 വർഷം വാറണ്ടിയുള്ള പോളിപ്ലാസ് എന്ന കമ്പനിയുടെയാണ് ഈ വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് വീടിൻ്റെ ടോട്ടൽ ഈ ഒരു ലാൻഡ് ഏരിയയും അതുപോലെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂട്ടി നോക്കുവാണെങ്കിൽ ഈ ഒരു 68 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ഇവിടുത്തെ ഒരു സെൻറ്റ്, അതായത് പെർ സെൻറ്റ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ 4 ലക്ഷം രൂപ ഉണ്ട്. ടോട്ടലി 5 സെൻറ്റാണ് വരുന്നത്. അപ്പോൾ 5 സെൻറ്റായപ്പോൾ തന്നെ 20 ലക്ഷം രൂപയായി. ബാക്കിയുള്ള എമൗണ്ടാണ് ഈ പറയുന്ന ഈ വീടിനും ചുറ്റും അതിലും ചേർത്ത് വരുന്നത്. 2300 രൂപയാണ് ഇതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്, പെർ സ്ക്വയർ ഫീറ്റ്. അതുകൂടാതെ ചുറ്റും അതിലെല്ലാം കൂടി 3 ലക്ഷം രൂപ വരുന്നത്. അങ്ങനെയാണ് 68 ലക്ഷം രൂപ വരുന്നത്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്, ഒരുപാടല്ല, ചെറുതായിട്ട് നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.